നമുക്കൊരു 3 മണിയാകുമ്പോ ഇറങ്ങാം, അല്ലേ നാൻസി? എല്ലാവർക്കും വാങ്ങുമ്പോൾ എന്തായാലും സമയമാകും. നാൻസിയും നന്ദിനിയും കൂടി പോയി എല്ലാവർക്കും ഉള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. നച്ചു, സീതയൊക്കെ വിളിച്ചില്ലേ? അവര് ടാക്സിക്ക് വന്നോളാം എന്നാ പറഞ്ഞത്. അപ്പോഴാണ് ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടത്. അമ്മയോ അച്ഛനോ ആയിരിക്കും എന്നും പറഞ്ഞ് നച്ചു പുറത്തേക്ക് ഓടി. സീതയും വാസുദേവും ബാഗൊക്കെ എടുത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നച്ചു രണ്ടാളെയും കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. അവരൊന്ന് ഇറങ്ങട്ടെ നച്ചു. എല്ലാവരും കൂടി അകത്തേക്ക് കയറി സംസാരിക്കലൊക്കെയായി. സമയം പോയതേ അറിഞ്ഞില്ല. ഇന്ന് ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേ എന്നുള്ള നന്ദിനിയുടെ ചോദ്യമാണ് അവരെയൊക്കെ സമയം കുറയായി എന്ന് ഓർമ്മിപ്പിച്ചത്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഡാജു, എന്താ ശിവ ഇപ്പൊ കാണാറേ ഇല്ലല്ലോ? എവിടെയെങ്കിലും ബിസിനസ് ട്രിപ്പ് പോയി കാണും. നിനക്ക് അപ്പുവിനോടൊന്ന് ചോദിച്ചൂടെ? നിനക്കിപ്പോ അവന്റെ കാര്യം അറിഞ്ഞിട്ട് എന്തിനാ? നമ്മൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ. ഒരാളെ കുറച്ചു ദിവസമായിട്ട് കാണാതിരിക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കില്ലേ? അത്രേ ഉള്ളൂ. ഇതിനു മുമ്പും അവനെ ഇങ്ങനെ കാണാതിരുന്നിട്ട് മോൾ അന്വേഷിച്ചൊന്നും ഇല്ലല്ലോ. ഞാൻ ഒന്നും ചോദിച്ചില്ല, പോരെ? നീ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഇനി എന്തൊക്കെയാണാവോ. ഡാ ശിവ, നാളെയല്ലേ കാവ്യ വിളക്ക് വെക്കാൻ തിരുമേനി പറഞ്ഞ ദിവസം? നീ എന്നിട്ട് പോകുന്നില്ലേ? എനിക്ക് വയ്യ അതൊന്നും കണ്ടു വെക്കാൻ. പിന്നെ ഇപ്പൊ അല്ലേ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞത്. അതിന് നാളെ രാവിലെയല്ലേ പൂജയൊക്കെ. ഇപ്പൊ പോയാൽ നമുക്ക് പൂജ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്താം. നാളെ കാവ്യ വിളക്ക് വെക്കുന്നത് നക്ഷത്രമാണെന്നറിയാലോ. സോ ഉറപ്പായും അവൾ വല്ല സാരിയോ ധാവണിയോ ആവും നാളെ ഇടുന്നത്. നിനക്ക് ആ വേഷത്തിൽ അവളെ കാണാൻ കിട്ടുന്ന ഒരേ ഒരു ചാൻസ് ആണ്. അത് നഷ്ടപ്പെടുത്തണോ എന്ന് നീ തന്നെ ആലോചിക്കേ. അല്ലെങ്കിൽ ഞാൻ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും, അല്ലേ അജയ? ഇത്രയും സമയം ഞാൻ പറഞ്ഞപ്പോ ഒന്നും അമ്മയുടെ വിഷമം ഓർത്തില്ലേ ഈ മോൻ? അങ്ങനെയല്ല, നീ ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ. മതി, ഇനി ഒന്നും പറയണ്ട, നമുക്ക് ഇറങ്ങാം. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ നിന്നും ബിസിനസിന്റെ ആവശ്യത്തിന് മാറി നിൽക്കുന്നു. ഈ ദിവസങ്ങളിലൊന്നും നക്ഷത്രയെ കണ്ടിട്ടില്ല. പക്ഷെ അവൾ എപ്പോഴും കൂടെ ഉണ്ടെന്ന ഫീലാണ്. വീട്ടിൽ വെച്ച് കാണുമ്പോഴും എന്നോട് മാത്രം സംസാരിക്കില്ല, ചിരിക്കില്ല. എന്തോ ദേഷ്യമുള്ളതുപോലെയാണ്. അജയനോട് പോലും ആവശ്യത്തിന് സംസാരിക്കുന്നുണ്ട്. എന്നെ മാത്രമാണ് അവൾക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ എന്റെ ഇഷ്ടവും പ്രണയവും ഒക്കെ പറഞ്ഞ് അവൾക്ക് എന്നോട് വീണ്ടും ദേഷ്യമാകാനാണ് ചാൻസ് കൂടുതൽ. എന്തൊക്കെ സംഭവിച്ചാലും നാളെ അവിടെ എത്തിയാൽ എന്റെ മനസ്സിലുള്ളത് എല്ലാം പറയണം. ഞാൻ ചെയ്ത കാര്യം അറിയുമ്പോൾ നീ എന്നെ വെറുക്കുമോ നച്ചു? അജയനും ശിവയും തറവാട്ടിൽ എത്തുമ്പോൾ നേരം വെളുക്കാനായിരുന്നു. പൂജ തുടങ്ങാനാകുമ്പോൾ വരാമെന്നും പറഞ്ഞ് അജയൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ വൈകി വരുന്നത് കൊണ്ട് കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നത് ഉപകാരമായി. ആരും അറിയാതെ തന്നെ വേഗം മുറിയിലേക്ക് കയറാൻ പറ്റി. നച്ചു അജു രാവിലെ എഴുന്നേറ്റ് താഴേക്ക് വന്നപ്പോൾ എല്ലാവരും എന്തൊക്കെയോ പണികളിൽ തിരക്കിലാണ്. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് സംസാരിച്ചു. ഇപ്പോഴേ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? വൈകുന്നേരം അല്ലേ വിളക്ക് വെക്കേണ്ടത്? തിരുമേനിയൊക്കെ കുറച്ച് കഴിയുമ്പോ വരും. വിളക്ക് വെക്കുന്നതിന് മുമ്പ് കുറച്ച് എന്തൊക്കെയോ ചടങ്ങുകളും പൂജയൊക്കെ ഉണ്ടെന്ന് ഇന്നലെ പപ്പ പറഞ്ഞത് നീ കേട്ടില്ലേ? ഞാൻ ഒന്നും കേട്ടില്ല. അല്ലേ തന്നെ എല്ലാം കൂടി ടെൻഷനാണ്. നിന്നോടല്ലേ പേടിക്കൊന്നുമില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പേടിയില്ലാതായി പോകുമൊന്നുമില്ലല്ലോ. ശിവ കുറച്ചു സമയം കിടന്നു. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു. ഇറങ്ങി വരുമ്പോൾ തന്നെ കേൾക്കുന്നത് നച്ചു അജുവിനോട് എന്തൊക്കെയോ ദേഷ്യത്തിൽ പറയുന്നതാണ്. ഇവൾക്ക് എപ്പോഴും ദേഷ്യം തന്നെയാണല്ലോ. അവൻ വേഗം തന്നെ അവർ രണ്ടുപേരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ അടുത്ത് പോയി നച്ചുവിന്റെ തൊട്ടടുത്ത കസേരയിൽ ഇരുന്നു. ഇവനെന്തിനാ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്? ശിവ അവിടെ ഇരുന്നതോടെ നച്ചു പിന്നെ ഒന്നും സംസാരിക്കാതെ. ഞാൻ വന്നിരുന്നത് അവൾക്ക് മിണ്ടാട്ടം ഇല്ലാണ്ടായി. ശിവ കുറച്ചു ദിവസം എവിടെയായിരുന്നു? അജുവിന്റെ ചോദ്യം കേട്ട് നച്ചുവിനെ തന്നെ നോക്കിയിരുന്ന ശിവ അവനോടൊന്ന് ചിരിച്ചു. ഞാനും അജയനും ബിസിനസിന്റെ ഒരു ആവശ്യത്തിന് എറണാകുളം പോയിരുന്നു. ഇന്ന് രാവിലെ എത്തിയത്. ശിവ പെട്ടെന്ന് കഴിച്ചെണീക്കും എന്നുള്ള പ്രതീക്ഷയിൽ നച്ചു മെല്ലെ കഴിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും തിരക്കിട്ട് കഴിച്ചിട്ട് പോകുന്നത് കാണാമല്ലോ. ഇന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്ന നച്ചുവിന്റെ മുഖത്തിനടുത്തൂടെ ശിവ മെല്ലെ ചരിഞ്ഞ് വെള്ളം എടുത്തു. അവന്റെ താടി രോമങ്ങൾ അവളുടെ മുഖത്തും കഴുത്തിലും ചെറുതായി ഒന്ന് ഉരസി. നച്ചു ആണെങ്കിൽ ശ്വാസം അടക്കിയിരുന്നു. മെല്ലെ തലചരിച്ചു നോക്കുമ്പോൾ നച്ചുവിന്റെ ഇരുത്തം കണ്ട് ശിവയ്ക്ക് ചിരി വന്നു. അജു, തന്റെ ഫ്രണ്ട് എന്താണോ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുന്നത്? എല്ലാം ചെയ്തിട്ട് അവന്റെ ഒന്നും അറിയാത്ത പോലുള്ള അഭിനയം. അത് അവൾക്ക് വൈകുന്നേരം വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു ടെൻഷൻ. അതാ. അതിനെന്തിനാ ടെൻഷൻ? സന്തോഷിക്കല്ലേ വേണ്ടത്. ചുളുവിൽ നക്ഷത്രയ്ക്ക് ഒരു ചെക്കനെയും പ്രണയവും ഒക്കെ ഇതോടെ കിട്ടുമെന്നാണല്ലോ തിരുമേനി പറഞ്ഞത്. എനിക്ക് അങ്ങനെ വെറുതെ കിട്ടുന്ന ചെക്കനെ വേണ്ടെങ്കിലോ? പിന്നെ നിനക്ക് എങ്ങനെ കിട്ടുന്ന ചെക്കനെയാ വേണ്ടത്? അതൊന്നും ഇയാളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ പറയാതെ. ഞാൻ വേണമെങ്കിൽ നല്ലൊരു ചെക്കനെ കൊണ്ടുവന്ന് തരാം. എനിക്ക് വേണ്ട ചെക്കനെ കണ്ടുപിടിക്കാൻ ഇയാൾ വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഒന്നുമില്ലെങ്കിൽ നീ എന്റെ ഒരേ ഒരു മുറപ്പെണ്ണല്ലേ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇയാൾ വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നതാണ് അജു. അവൻ എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല. എന്തേലും ഒരു പണി അവനിട്ട് കൊടുക്കണം. നീ എന്താ അജു ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയും സമയം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ രണ്ടാളും കണ്ടില്ലേ എന്ന്. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ ശരിക്കും പറഞ്ഞതാ നച്ചു.
നീ അവനോട് വഴക്കൂടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ. പഴയ ദേഷ്യമോ വെറുപ്പോ ഒന്നും നിന്റെ ഉള്ളിലില്ല. നിനക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമേ നീ ഇങ്ങനെ വാശിയും ദേഷ്യവും അധികം കാണിക്കാറുള്ളൂ അല്ലേ? നച്ചു അജു പറഞ്ഞതിനെ കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. അവൻ പറഞ്ഞത് ശരിയല്ലേ? ശിവയോട് ചുമ്മാ വഴക്കിട്ടതാണെങ്കിലും എന്തോ എന്റെ മൈൻഡ് കുറച്ച് നിമിഷത്തേക്കെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്തിരുന്നു. അവൻ ചെയ്ത കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ എല്ലാം മറന്ന് പെരുമാറാൻ പറ്റുന്നത്? ഇവൾ ഇതുവരെ എണീറ്റ് പോയില്ലേ? ഡി, നീ എല്ലാവർക്കുള്ള ഫുഡ് കഴിച്ചു തീർക്കുമോ? പെട്ടെന്ന് ശിവയുടെ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ അവൻ പുറത്തെവിടെയോ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട്. നീ എന്തേ ഇങ്ങനെ ഫുൾ ടൈം ചിന്തിക്കുന്നത്? എനിക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തനിക്കറിയാമോ? എങ്കിൽ നിനക്ക് ചിന്തിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. നല്ലോണം ആലോചിച്ച് ഒരു മറുപടി തരണം. ശിവ മെല്ലെ ചുറ്റും ഒന്ന് നോക്കി. ഡൈനിങ് ടേബിളിന്റെ അടുത്ത് എങ്ങോ ആരുമില്ല. താൻ എന്തായി നോക്കുന്നത്? അച്ചു ചോദിച്ചു തീരുന്നതിന് മുമ്പ് ശിവ 2 കൈകൊണ്ടും അവളുടെ മുഖം ചേർത്ത് പിടിച്ച് തന്റെ മുഖത്തേക്കാക്കി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നന്ദമ്മാമന്റെയും നാൻസി ആന്റിയുടെയും മോളായ അജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി എന്റെ ഒരേ ഒരു മുറപ്പെണ്ണായ നക്ഷത്ര എന്ന ഈ നച്ചുവിനെ എനിക്കിപ്പോ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴോ എങ്ങനെയോ ഇഷ്ടം തോന്നിപ്പോയി. വേണ്ടെന്ന് വെക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, പറ്റിയില്ല. എനിക്കറിയില്ല നിനക്ക് എന്നെ ഇഷ്ടപ്പെടാനും പ്രണയിക്കാനും പറ്റുമോ എന്നും. അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് വേറെയും കുറെ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എല്ലാം കേട്ടിട്ട് നീ ഒരു തീരുമാനം എടുത്താ മതി. പക്ഷെ ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല, അതാ. വേറെ എന്തൊക്കെയോ ആലോചിച്ച് സമയം കളയാതെ ശിവേട്ടൻ പറഞ്ഞതിനെ പറ്റി നച്ചുമോൾ നന്നായിട്ട് ആലോചിക്കേ. പോട്ടെ, വിളക്ക് വെക്കാനുള്ള സമയമാകുമ്പോ ഞാൻ വരാം. നല്ല സുന്ദരി കുട്ടിയായിട്ട് നിക്കണേ. ശിവ മെല്ലെ നച്ചുവിന്റെ മുഖത്തു നിന്നും തന്റെ കൈകളെടുത്ത് മാറ്റി തിരിഞ്ഞു നടന്നു. നച്ചു ആണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ കുറച്ചു സമയമായിരുന്നു. നീ ഇതുവരെ കൈയൊന്നും വാഷ് ചെയ്തില്ലേ നച്ചു? പെട്ടെന്ന് വാ, നമുക്ക് റൂമിൽ പോയി അച്ഛനോടും അമ്മയോടും അപ്പുവിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം. അജു പറഞ്ഞത് കേട്ട് നച്ചു വേഗം കൈയൊക്കെ കഴുകി അവന്റെ കൂടെ പോയി. അപ്പോഴും തനിക്ക് തോന്നിയതാണോ ശിവ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അവളുടെ മനസ്സ്. ഡാ അജു, ശിവ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. നിന്നോട് അവൻ എന്ത് പറയാ? രണ്ടാളും കൂടി എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ട് കാണും. അതൊന്നും അല്ല. എങ്കിൽ എന്താ പറഞ്ഞതെന്ന് പറ. കുറെ എന്തൊക്കെയോ പറഞ്ഞു. ഫുൾ പറയാനൊന്നും പറ്റിയില്ല. അവൻ എന്നെ ഇഷ്ടാണെന്നാണ്. പ്രൊപ്പോസ് ചെയ്തോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നോട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞ് ഇഷ്ടാണോ എന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അവൻ നിന്നോടെല്ലാം തുറന്നു പറയുമെന്നാണ്. എങ്കിൽ നീ എന്ത് റിപ്ലൈ കൊടുക്കും? ഇപ്പൊ എനിക്ക് അവനോട് ദേഷ്യം വെറുപ്പും ഇല്ലെന്നുള്ളത് ശരിയാ, പക്ഷെ ഇഷ്ടവും ഇല്ലല്ലോ. ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നോക്കാം, ടൈം ഉണ്ടല്ലോ. എന്താണ് രണ്ടാളും കൂടി ഒരു വരവ്? അച്ഛനും അമ്മയും വന്നിട്ട് ഇന്നലെ ഒന്നും സംസാരിച്ചില്ലല്ലോ. അതാ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും തിരക്കാവും. അജു, നീ എന്തോ ഒന്നും പറയാത്തത്? അവൻ നിങ്ങളോട് എല്ലാം പറയാൻ റെഡിയാകട്ടെ. എപ്പോഴാണ് ഞങ്ങളുടെ മരുമകളെ കാണിച്ചു തരുന്നത്? അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ. നീ എന്താന്ന് അച്ചു ഇപ്പൊ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഡാ, നീ ഇപ്പൊ എങ്ങാനും പറയുമോ? നിങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ. ഇവിടുത്തെ നന്ദിനി ആന്റിയുടെ മോൾ അപർണയാണ് എനിക്കിഷ്ടം. ഇന്നലെ കണ്ട അപ്പൂനെയോ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി ആളെ കണ്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടാണോ? ആണെന്നാ തോന്നുന്നത്. എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിച്ചത്? അതെ അച്ഛാ, അജു അപ്പൂനോട് ഇഷ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് കുറച്ച് സമയം വേണമെന്നാ പറഞ്ഞത്. എനിക്ക് ഉറപ്പാണ് അവൾക്ക് എന്നെ ഇഷ്ടാണെന്ന്. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? പറഞ്ഞു കൊടുക്ക അജു. നീ ഒന്നും മിണ്ടായിരിക്കുന്ന അച്ചു. എന്താടാ നിനക്കൊരു വെപ്രാളം? എനിക്കെന്ത്? ഇവള് ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ എന്തൊക്കെയോ പറയുന്നതാണ്. ഞങ്ങൾക്ക് റൂമിൽ കുറച്ച് പണിയുണ്ട്. സീതേ, നമ്മുടെ മോ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാ അവൻ പെട്ടെന്ന് നച്ചുവിനെ കൊണ്ട് മുങ്ങിയത്. അതെനിക്കും തോന്നി. ഡാ, നിനക്ക് റൂമിൽ പണിയുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം. വേണ്ട മോളെ, ഇനിയും നീ സംസാരിച്ചാൽ പലതും അവരോട് പറയും. അതെനിക്ക് റിസ്ക് ആണ്. സോ ഞാൻ ഉള്ളപ്പോ നീ സംസാരിച്ചാ മതി. ശിവയുടെ മനസ്സിൽ സന്തോഷാണോ ടെൻഷനാണോ എന്ന് അവന് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. തന്റെ മനസ്സിലെ കാര്യങ്ങൾ നച്ചുവിനോട് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എങ്കിലും അവളുടെ റിപ്ലൈ എന്താകും എന്ന് ഓർക്കുമ്പോൾ പറയേണ്ടിയിരുന്നില്ല എന്നും തോന്നും. ഓഫീസിലെത്തി അത്യാവശ്യം ചെയ്യാനുള്ള ജോലികൾ തീർക്കാനുള്ള തിരക്കിലായിരുന്നു ഈ ആലോചനകളെല്ലാം. വൈകുന്നേരം നേരത്തെ തറവാട്ടിൽ എത്തിയില്ലെങ്കിൽ വിളക്ക് വെക്കൽ എല്ലാം കഴിഞ്ഞു പോകും എന്നൊരു പേടിയില്ലാതില്ല. അജയൻ പറഞ്ഞതുപോലെ വന്നിട്ട് ഇതുവരെ നച്ചുവിന്റെ നാടൻ വേഷത്തിൽ കണ്ടിട്ടില്ല. എപ്പോഴും അവളും അജു ഒരുപോലെയുള്ള 3/4 പാന്റും ടീഷർട്ടും ആയിരിക്കും. പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ജീൻസ് ഇടും. വേറെ ഒരു ഡ്രസ്സും ഇടാറില്ലെന്നാ തോന്നുന്നത്. തനിക്ക് നാടൻ ഡ്രസ്സ് ഇടുന്നതിന് വലിയ ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണമെന്നൊരു ചെറിയ ആഗ്രഹം ഇല്ലാതില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും തിരുമേനിയും കുറച്ച് ആളുകൾ തറവാട്ടിലേക്ക് എത്തിയിരുന്നു. പിന്നെ എല്ലാവരും കൂടി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളിലായി. മോളെ, നീയും അജു ഒക്കെ കുളിച്ച് റെഡിയായി വാ. ആന്റി, അപ്പു വന്നില്ലേ? അവളിപ്പോ വന്നേ ഉള്ളൂ. ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ട്. മോളും അവിടേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞു നിൽക്ക്. ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ ശരിയാക്കി തരാം. അജു, നീ പോയി റെഡിയായിക്കോ. ഞാൻ അപ്പുവിന്റെ മുറിയിൽ നിന്ന് റെഡിയാക്കാം. ആന്റി അവിടേക്ക് വരാന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഒന്നിച്ച് കാവിൽ പോകാം. നീ വെയിറ്റ് ചെയ്യണേ. അപ്പു, നീ കുളിച്ചോ? ആ ചേച്ചി, ഞാൻ കുളിച്ചിട്ടാ ഫുഡ് കഴിച്ചത്.
ചേച്ചി വേഗം കുളിക്കാൻ നോക്ക്, അമ്മ ഒന്ന് ധാവണി ഉടുപ്പിച്ചു തരും. രണ്ടാളും കുളിച്ച് മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഉണക്കി. ചേച്ചി ധാവണിയുടെ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടോ, അമ്മ വന്നിട്ട് ബാക്കി ശരിയാക്കിയാൽ മതി. ഞാൻ ഇപ്പൊ താഴെ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. അപ്പു പോയപ്പോൾ നച്ചു വേഗം പാവാടയും ബ്ലൗസും ഇട്ട് കട്ടിലും മെല്ലെ കണ്ണുകൾ അടച്ചു കിടന്നു. ശിവ ഉച്ചയ്ക്ക് ശേഷം അധിക സമയം ഓഫീസിൽ നിൽക്കാതെ വേഗം തറവാട്ടിലേക്ക് വന്നു. അമ്മ എന്താടാ? ഞാൻ ഇവിടെ തിരക്കിലാണ്. എനിക്കമ്മ ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞില്ലേ ഇന്നലെ? അതെവിടെ? നീ എന്നെ മുണ്ടും ഷർട്ടും ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ എല്ലാരും നാടൻ വേഷത്തിലാവുമ്പോ ഞാൻ മാത്രം വേറെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനത് അപ്പുവിന്റെ റൂമിലെ ഷെൽഫിലാണ് വെച്ചത്. നീ പോയി എടുത്തു, എനിക്കിപ്പോ വരാൻ സമയമില്ല. അപ്പു എവിടെ? അവൾ റൂമിൽ കാണും. ശിവ വേഗം അപ്പുവിന്റെ റൂമിലേക്ക് നടന്നു. നച്ചുവിനെയും അജുവിനെയും എവിടെയും കണ്ടില്ലല്ലോ. മുറിയുടെ ഡോർ അപ്പു ആന്റിയെയും കൂട്ടി വരാം എന്ന് പറഞ്ഞതിനാൽ നച്ചു ലോക്ക് ചെയ്തില്ലായിരുന്നു. ഡോർ ജസ്റ്റ് ചാരി വെച്ചതുപോലെ കണ്ടതിനാൽ ശിവ വിളിക്കുകയൊന്നും ചെയ്ത് പെട്ടെന്ന് അകത്തേക്ക് കയറി. നേരെ ഷെൽഫിന്റെ അടുത്തേക്ക് പോയി. അതാണെങ്കിൽ തുറന്നു കിടക്കുന്നുണ്ട്. വേഗം ഡ്രസ്സിന്റെ പാക്കറ്റ് എടുത്തു. തിരിച്ച് ഷെൽഫ് ഡോർ ക്ലോസ് ചെയ്ത സൗണ്ട് കേട്ട് നച്ചു ഞെട്ടി എഴുന്നേറ്റു. അപ്പു, നീ ഇത്ര സമയം എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങിയ നച്ചു ശിവ തന്നെ നോക്കി ഞെട്ടി നിൽക്കുന്ന കണ്ട് ചോദിക്കാൻ വന്നത് നിർത്തി. ഇവൻ ഇതെന്ത് പറ്റി? എന്നെ കണ്ട് പേടിച്ചതുപോലെ നിൽക്കുന്നത്. രാവിലെ പറഞ്ഞ് ഞാൻ ആരോടെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കുറച്ചു സമയം അനങ്ങാതെ നിന്ന ശിവ പെട്ടെന്ന് കണ്ണുകൾ രണ്ടും ഒന്ന് ചിമ്മി തുറന്ന് തലയൊന്ന് കുടഞ്ഞു. ഇവൾക്കിത് ബോധമൊന്നുമില്ലേ? ഇനി ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് കൊണ്ടാവുമോ ഞാൻ ഉണ്ടായിട്ടും പ്രോബ്ലം ഒന്നും ഇല്ലാത്തത്? വേണ്ടെന്ന് വെച്ചിട്ടും ശിവ ഒന്നുകൂടെ അവളെ നോക്കി. ചുവപ്പ് കളർ പാവാടയും ചുവപ്പും ഗോൾഡൻ കളറും ചേർന്ന ബ്ലൗസുമാണ് വേഷം. ധാവണി ആയതുകൊണ്ടാണെന്ന് തോന്നും രണ്ടിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. അവിടെ നല്ല രീതിയിൽ വയറ് കാണുന്നുണ്ട്. റെഡ് കളർ ആയതുകൊണ്ട് അവളുടെ വെളുത്ത നിറം നന്നായിട്ട് കാണാം. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്ന പേടിയുണ്ടല്ലേ തനിക്ക്? ഇവളിത് എന്തു കുന്തമാണ് പറയുന്നത് എന്നായിരുന്നു ശിവ ആലോചിച്ചത്. സംസാരിച്ചുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആന്റിയോട് പറയട്ടെ മോന്റെ മനസ്സിൽ എന്താണെന്ന്? തന്റെ തൊട്ടു മുന്നിൽ നിന്ന് തന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്ന നക്ഷത്രയെ ശിവ ഒന്നുകൂടെ ഫുള്ളായിട്ട് നോക്കി. അതെ, നീ അവിടെയൊക്കെ എങ്ങനെയാ ഡ്രസ് ചെയ്തിരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇടുന്നത് കുറച്ച് ഓവറല്ലേ? ഇപ്പൊ തന്നെ ഞാനായതുകൊണ്ട് സാരമില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മോളുടെ കോലം കണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. അപ്പോഴാണ് നച്ചു തന്റെ കോലം ഒന്ന് നോക്കിയത്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് ഷോക്കായി. ഷോർട്സും സ്ലീവ്ലെസ് ടോപ്പും ഒക്കെ അവിടെ വെച്ച് ഇടാറുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് അതൊന്നും ഇട്ടിട്ടില്ല. ശിവയുടെ മുന്നിൽ എങ്ങനെ നിന്നത് ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് ചമ്മലും നാണവും ഒക്കെ തോന്നുന്നുണ്ട്. ഇവന്റെ മുന്നിൽ ഞാൻ നാണിച്ചു നിന്നാൽ അത് മതി പിന്നെ കളിയാക്കാൻ. സോ മൈൻഡ് ആക്കാത്തതുപോലെ നിൽക്കാം. ഈ കോലത്തിന് എന്താ ഒരു പ്രോബ്ലം? ഞാൻ ഡ്രസ് ഇടാതെ ഒന്നും അല്ലല്ലോ ഉള്ളത്. ഓ, ഇതിനോട് പറയാൻ പോയ എനിക്കിട്ടാണ് ഒന്ന് തരേണ്ടത്. ഡേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നീ അവിടെ എങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അവിടെ ഉള്ളവർക്ക് അതൊന്നും നോക്കാനും താല്പര്യം കാണില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഇന്ന് വീട്ടിലുള്ളവർ മാത്രമല്ല, പുറത്തു നിന്നുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. വെറുതെ നീ ആയിട്ട് അവർക്കൊരു ഫ്രീ ഷോ കാണിക്കരുത്. അപ്പോഴാണ് നച്ചും അതൊക്കെ ഓർത്തത്. പൂജയ്ക്കുള്ള സാധനങ്ങൾ എടുക്കാനൊക്കെ ആൾക്കാർ വീടിനുള്ളിലൊക്കെ ഇടയ്ക്ക് കയറുന്നത് താനും കണ്ടതാണ്. വേഗം അവിടെ ഉണ്ടായിരുന്ന അപ്പുവിന്റെ ഒരു ജാക്കറ്റ് എടുത്ത് ബ്ലൗസിന്റെ മുകളിൽ കൂടി ഇട്ടു. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഞാൻ കാണാനുള്ളതൊക്കെ നേരത്തെ വൃത്തിയിൽ കണ്ടു. ഇനിയിപ്പൊ നാട്ടുകാർക്ക് കാണാൻ പറ്റില്ല, അത്ര തന്നെ. ഇയാളെ ഞാനിന്ന് അവിടെ ഉണ്ടായിരുന്ന അപ്പുവിന്റെ സ്പ്രേ ബോട്ടിൽ എടുത്ത് അടിക്കാൻ നോക്കി. അടിക്കലേ, ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാ. അവൾ അപ്പോ തന്നെ ബോട്ടിൽ അവിടെ വെച്ചു. നീ നേരത്തെ എന്താ ചോദിച്ചത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറയട്ടെന്നോ? എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. അമ്മയ്ക്ക് എന്തായാലും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും കൂടി ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മുടെ കല്യാണം വേഗം നടത്തിത്തരും. എന്തേ, സംശയമുണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഇവൻ പറഞ്ഞത് ശരിയാണല്ലോ. വെറുതെ പേടിപ്പിക്കാൻ നോക്കിയതാണെങ്കിലും എനിക്കിട്ട് തന്നെ തിരിച്ചു കിട്ടി. ഈ തിരക്കൊന്ന് കഴിയട്ടെ, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ എന്നെ വെറുക്കരുത്. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. അമ്മ ഇപ്പൊ വരും. അവിടെ കുറച്ച് തിരക്കായത് കൊണ്ടാണ്. താൻ ഡോർ ലോക്ക് ചെയ്തേക്ക്. വിളിച്ചിട്ട് തുറന്നാൽ മതി. ശിവ മുറിയിൽ നിന്ന് ഇറങ്ങിയതും നച്ചു ഡോർ ലോക്ക് ചെയ്തു. എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞാൽ പിന്നെ ശിവയെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ റീസൺ ഒന്നുമില്ല. തനിക്കറിയാതെ സംഭവിച്ചതാണെങ്കിലും അത് തുറന്നു പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ ഹീസ് ഗുഡ്. ചേച്ചി, വാതി തുറക്ക്. തുറന്നപ്പോൾ തന്നെ അപ്പുവും നന്ദിനി ഉള്ളിലേക്ക് കയറി ഡോർ അടച്ചു. മോൾ കുറെ സമയം കാത്തിരുന്നു. അവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതാ. സാരമില്ല ആന്റി. അപ്പോ ഞാൻ മോൾക്ക് ഇത് ഉടുത്തു കൊടുക്കുമ്പോഴേക്കും നീ പാവാടൊക്കെ ഇട്ടിട്ട് വാ. നന്ദിനി പെട്ടെന്ന് തന്നെ രണ്ടാൾക്കും നല്ല വൃത്തിയിൽ ധാവണി ഉടുത്തു കൊടുത്തു. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ രണ്ടാളും ഒരുങ്ങി താഴേക്ക് വാ. അപ്പോ മോൾക്ക് ഓർണമെന്റ്സ് ഒക്കെ എടുത്തു കൊടുത്ത് നീയും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം വരാൻ.